നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബെസൽ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ബെസൽ ഇക്വേഷൻ കണ്ടിരുന്നു. ബെസൽ ഇക്വേഷൻ്റെ ഫോം ഇതാണ്: എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ വൈ ഈക്വൽ ടു 0 where p is a non-negative constant. This equation is called a Bessel's equation and the solution of these Bessel equations are called Bessel's functions. അപ്പോൾ ബെസൽ ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷൻസിനാണ് നമ്മൾ ബെസൽ ഫംഗ്ഷൻസ് പറയാം. നമുക്ക് അതിലേക്ക് കടക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ ഇങ്ങനെ എഴുതാൻ പറ്റും: വൈ ഡബിൾ ഡാഷ് പ്ലസ് 1/x വൈ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് എഴുതാം. വേർ പി ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സ് കാണുമ്പോൾ പറയാം എക്സ് ഈക്വൽ ടു 0 എന്നുള്ളൊരു സിംഗുലർ പോയിൻ്റ് ആയിരിക്കും ക്ലിയർലി പറയാം. And also when x equal to 0, x into p of x is equal to 1 and x square into q of x is x square minus p square. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഈ രണ്ട് ഫംഗ്ഷൻസ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സും എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സും അനലറ്റിക് ആണെന്ന് മനസ്സിലായി. സോ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണെന്ന് പറയാം. Comparing to the power series expansion of these terms, we can say that the constant term in power series expansion of this x into p of x is 1 and constant term in the പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ ക്യൂ ഓഫ് എക്സ് വിൽ ബി മൈനസ് പി സ്ക്വയർ. അതുകൊണ്ട് നമുക്ക് പറയാം പി നോട്ടിൻ്റെ വാല്യൂ 1 ആയിട്ടും ക്യൂ നോട്ടിൻ്റെ വാല്യൂ മൈനസ് പി സ്ക്വയർ എടുക്കാം. അങ്ങനെ നമുക്ക് ഇൻഡിസിയൽ ഇക്വേഷൻ നമുക്ക് ഫോം അറിയാം. പി നോട്ടിൻ്റെയും ക്യൂ നോട്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും: എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0 എന്നായിരിക്കും. സോ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ എം സ്ക്വയർ മൈനസ് എം പ്ലസ് എം മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0 ഓർ എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. ഓർ യു ക്യാൻ സേ ദ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി എന്ന് പറയാം. നമുക്കപ്പോൾ എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, ഒന്ന് പ്ലസ് പി ഒന്ന് മൈനസ് പി. സോ യു ക്യാൻ ടേക്ക് എം 1 ഈക്വൽ ടു പി ആൻഡ് എം 2 ഈക്വൽ ടു മൈനസ് പി. നമ്മൾ പി എന്നുള്ളൊരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. സോ പി ഗ്രേറ്റർ ദാൻ നോൺ നെഗറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. സോ പി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എം 1 ഈസ് ഗ്രേറ്റർ ദാൻ എം 2. നോ we know that our Bessel's equation will have a Frobenius series solution of the form y equal to x raised to m into sigma a n x raised to n. ഞാൻ ഈ സിഗ്മയുടെ ലിമിറ്റ് ഇവിടെ കാര്യം എടുക്കുന്നില്ല, സിഗ്മ എന്ന് പറഞ്ഞു പോവാണ്. സോ y ഈക്വൽ ടു സിഗ്മ എക്സ് റേസ് ടു പി ഇൻറ്റു സിഗ്മ എ എൻ എക്സ് റേസ് ടു എന്നിന് ഈ എമ്മിൻ്റെ വാല്യൂ ഞാൻ പി കൊടുത്തു. സോ ഈ എക്സിൻ്റെ അകത്ത് എടുത്താൽ വി ക്യാൻ സേ എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് പി. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് വൈ ഡാഷ് വിൽ ബി സിഗ്മ എ എൻ ഇൻറ്റു എൻ പ്ലസ് പി ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 1 ആൻഡ് വൈ ഡബിൾ ഡാഷ് വിൽ ബി സിഗ്മ എൻ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു എൻ പ്ലസ് പി ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 2. ഈ വാല്യൂസ് നമ്മൾ നമ്മുടെ ഇക്വേഷനകത്ത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ വൈ ഡബിൾ ഡാഷ് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ സിഗ്മ എൻ പ്ലസ് പി ഇൻറ്റു എൻ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്നാണ്. സോ എക്സിൻ്റെ വാല്യൂ കൂടി ഇതിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് പി മൈനസ് 1 എന്നുള്ളത് എക്സ് റേസ് ടു എൻ പ്ലസ് പി ആവും. സോ എൻ പ്ലസ് പി ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി. ലാസ്റ്റ് ടൈം പി എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു വൈ ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ കൊടുക്കുമ്പോൾ എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി പ്ലസ് 2 വരും. പി സ്ക്വയർ വരുമ്പോൾ മൈനസ് പി സ്ക്വയർ ഇൻറ്റു എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് പി എന്ന് വരും ഈക്വൽ ടു 0. നമുക്ക് ഇതിന് എക്സ് റേസ് ടു എൻ പ്ലസ് പിയുടെ മാത്രം കോഎഫിഷ്യൻസ് കയറ്റുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഡയറക്റ്റ് എക്സ് റേസ് ടു എൻ പ്ലസ് പി നമുക്ക് ഉണ്ട് 3 ടൈംസിലും. ഈ ടൈമിൽ മാത്രം എക്സ് റേസ് ടു എൻ പ്ലസ് പി പ്ലസ് 2 ആണ്. സോ ഇതിന് 2 ടൈം മുമ്പിലുള്ള ടൈമാണ് വരിക. ബാക്കി ടൈംസ് എല്ലാം അങ്ങനെ തന്നെ. സോ ദാറ്റ് വിൽ ബി എ എൻ ഇൻറ്റു എൻ പ്ലസ് പി ഇൻറ്റു എൻ പ്ലസ് പി മൈനസ് 1 പ്ലസ് എ എൻ ഇൻറ്റു എൻ പ്ലസ് പി പ്ലസ് എ എൻ മൈനസ് 2 മൈനസ് എ എൻ ഇൻറ്റു പി സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു 0. ഒരു ടൈം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എ എൻ കോമൺ ആണ്. ടേക്കിംഗ് എ എൻ കോമൺ ഇൻ ദാറ്റ് ടൈംസ് എ എൻ ഇൻറ്റു എൻ പ്ലസ് പി ഇൻറ്റു എൻ പ്ലസ് പി മൈനസ് 1 പ്ലസ് എൻ പ്ലസ് പി മൈനസ് പി സ്ക്വയർ പ്ലസ് എ എൻ മൈനസ് 2 ഈക്വൽ ടു 0. ഈ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എൻ മൈനസ് 2ൻ്റെ വാല്യൂസ് പറയാം. ദാറ്റ് ഈസ് എ എൻ ഇൻറ്റു മൈനസ് പി സ്ക്വയർ എന്നുള്ളത് പ്ലസ് പി സ്ക്വയർ ആയി പ്ലസ് ഈ രണ്ട് ടേംസിനകത്തും എൻ പ്ലസ് പി കോമൺ ആണ്. സോ എൻ പ്ലസ് പി ഇൻറ്റു എൻ പ്ലസ് പി മൈനസ് 1 പ്ലസ് 1 വരും. ഇവിടെ മൈനസ് വരും. ഈ ടേം റൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് റീഅറേഞ്ച് ചെയ്താൽ ഈ എൻ പ്ലസ് പി മൈനസ് 1 പ്ലസ് 1 എന്നുള്ള എൻ പ്ലസ് പി എന്നാണ്. സോ പി സ്ക്വയർ മൈനസ് എൻ പ്ലസ് പി ഹോൾ സ്ക്വയർ എന്നാവും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ എൻ ഇൻറ്റു പി സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ മൈനസ് 2 എൻ പി മൈനസ് പി സ്ക്വയർ. നോ പി സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് എ എൻ മൈനസ് 2 ഈക്വൽ ടു എ എൻ ഇൻറ്റു മൈനസ് എൻ സ്ക്വയർ മൈനസ് 2 എൻ പി എന്നാണ്. ടേക്കിംഗ് മൈനസ് എൻ ഔട്ട്സൈഡ് ഓഫ് ദീസ് ടേംസ് വി ഗെറ്റ് എ എൻ മൈനസ് 2 ഈക്വൽ ടു മൈനസ് എ എൻ ഇൻറ്റു എൻ പ്ലസ് 2 പി ഓർ എ എൻ ഈസ് ഈക്വൽ ടു മൈനസ് എ എൻ മൈനസ് 2 ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 2 പി. നമുക്ക് എന്നിന് ഓരോ വാല്യൂസ് കൊടുത്ത് നോക്കാം. എൻ ഈക്വൽ ടു 1 എന്നിന് വാല്യൂ 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എ 1 ഈക്വൽ ടു മൈനസ് എ മൈനസ് 1. എയുടെ സഫിഷ്യൻറ്റ് മൈനസ് 1 ആണ്. 1 പ്ലസ് 2 പി എന്നാണ്. ഈ എ മൈനസ് 1 എന്നിട്ട് നമ്മുടെ ഫ്രോബീനിയസ് സീരീസിനകത്ത് വരുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് എ മൈനസ് 1 ഈസ് 0. അങ്ങനെ നമുക്ക് എ 1ൻ്റെ വാല്യൂ 0 കിട്ടും. എൻ ഈക്വൽ ടു 2 ആകുമ്പോൾ എ 2ൻ്റെ വാല്യൂ മൈനസ് എ നോട്ട് ബൈ 2 ഇൻറ്റു എ 2 പ്ലസ് 2 പി എന്നാണ്.
that is minus a naught by 2 square into 1 plus p എന്ന് പറയാം. ദെൻ n equal to 3 ആകുമ്പോൾ കിട്ടുന്നത് a3 equal to minus a1 by 3 into 3 plus 2p ആണ്. a1 0 ആയതുകൊണ്ട് a3 0 ആയിരിക്കും. n equal to 4 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് a4 equal to minus a2 by 4 into 4 plus 2p, that is equal to minus 1 by 4 into 4 plus 2p into minus a naught by 2 into 2 plus 2p. ഇത് നമ്മൾ a2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. മൈനസ് മൈനസും പോസിറ്റീവ് ആവും. സോ a naught by ഡിനോമിനേറ്ററിൽ 4 into 2 8 ആണ്. 8 into 4 plus 2p into 2 plus 2p. Taking 2 common in these two terms we get 8 into 2 into 2, that is 2 raised to 5 എന്ന് നമുക്ക് എഴുതാം, into 1 plus p into 2 plus p. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a4ൻ്റെ വാല്യൂ a naught divided by 2 raised to 5 into 1 plus p into 2 plus p എന്നാണ്. ദെൻ n 5 ആകുമ്പോൾ a5ൻ്റെ വാല്യൂ വരുന്നത് മൈനസ് a3 by 5 into 5 plus 2 എന്നാണ്. a3 0 ആണ്, അതുകൊണ്ട് അത് 0 ആയിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും a7 a9 എല്ലാം ഓഡ് ടേംസ് എല്ലാം 0 ആയി പോകും. n equal to 6 ആണെങ്കിൽ a6ൻ്റെ വാല്യൂ വരുന്നത് മൈനസ് a4 by 6 into 6 plus 2p എന്നാണ്. ഈ രണ്ട് ടേംസിനകത്ത് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് a4 by 6 into 2 into 3 plus p എന്ന് കിട്ടും. a4ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഈ ടേം നമുക്ക് ഉള്ളത് മൈനസ് 1 by 12 into 3 plus p എന്നാണ്. ഈ a4ൻ്റെ വാല്യൂ a naught by 2 raised to 5 into 1 plus p into 2 plus p എന്നാണ്. അപ്പോൾ നമുക്ക് 1 plus p 2 plus p 3 plus p ഒരുമിച്ച് എഴുതാം. പിന്നെ ഉള്ളത് 2 raised to 5 into 3 ആണ്. സോ 2 raised to 5 into 12 ആണ്. ഞാൻ ഈ 12നെ 2 into 2 into 3 എന്ന് എഴുതാം എനിക്ക്. സോ ഞാൻ ആ ടൈം ഇങ്ങനെ എഴുതി 2 raised to 6 into 2 into 3 into 1 plus p into 2 plus p into 3 plus p. ന്യൂമറേറ്റർ മൈനസ് a naught ഉണ്ട്. ന്യൂമറേറ്റർ ടേം മൈനസ് a naught അവിടെ നിൽക്കട്ടെ. ഡിനോമിനേറ്റർ നമുക്ക് നോക്കാം. ഇവിടെ a6 വരുമ്പോൾ ആദ്യത്തെ ടേം വരുന്നത് 2 raised to 6 ആണ്. ദെൻ ഇത് 2 into 3 എന്നുള്ളത് നമുക്ക് 3 ഫാക്ടോറിയൽ എന്ന് പറയാം, അതായത് 6ൻ്റെ ഹാഫിൻ്റെ ഫാക്ടോറിയൽ. ഇത് 1 plus p 2 plus p അങ്ങനെ 3 plus p വരെയാണ്. അതായത് 1 plus p മുതൽ 2 plus p അങ്ങനെ 6ൻ്റെ ഹാഫ് 3യുടെ പ്ലസ് p വരെ ആ ടേംസ് പോകും. സോ നമുക്ക് ജനറലൈസ് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. n equal to 0 if n is odd, when n is even, minus 1 raised to n by 2 into a naught 2 raised to n. അപ്പോൾ മൈനസ് 1 raised to n by 2 എന്നുള്ളത് എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് ഓടോ ഇവണോ ആയിക്കൊണ്ടിരിക്കാം. എപ്പോഴും ഓടാണെന്നോ എപ്പോഴും ഇവണാണെന്നോ പറയാൻ പറ്റില്ല, മാറിക്കൊണ്ടിരിക്കാം. നമ്മൾ കണ്ടതാണ് a4 ഉള്ളത് പോസിറ്റീവ് ആയിരുന്നു. n4 എന്നുള്ളത് a4ൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ a6ൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരുന്നു. കാരണം മൈനസ് 1 raised to 6 by 2, that is മൈനസ് 1 raised to 3 എന്നുള്ളത് ഓടാണ്. സോ അപ്പോൾ മൈനസ് 1 raised to n by 2 a naught ഡിവൈഡഡ് ബൈ a.n.ൻ്റെ ആദ്യത്തെ ഡിനോമിനേറ്റർ വന്ന് 2 raised to n തന്നെയായിരുന്നു. നെക്സ്റ്റ് ടൈം n by 2 ഫാക്ടോറിയൽ നമ്മളിവിടെ കണ്ടു 3 ഫാക്ടോറിയൽ ആയിരുന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ p plus 1 p plus 2 എക്സെട്ര p plus n by 2 എന്ന് എഴുതി. സോ നമുക്ക് ബെസൽ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. a n equal to 0 if n is odd, a n equal to minus 1 raised to n by 2 into a naught divided by 2 raised to n into n by 2 factorial into p plus 1 into p plus 2 into etc into p plus n by 2 when n is even. അപ്പോൾ നമുക്ക് ബെസൽസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബെസൽസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ വിളിക്കാൻ നോക്കാം. നമ്മൾ സിഗ്മ എക്സ് റേസ് ടു പി ഇൻറ്റു സിഗ്മ n equal to 0 to infinity a n x raised to n എന്ന സൊല്യൂഷൻ ഉണ്ടാവുന്ന പറഞ്ഞത്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന് മുമ്പ് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് റേസ് ടു പി ഇൻറ്റു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. അതിനകത്ത് a1 a3 ടേംസ് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ 0x എന്ന ടേംസ് ഇടയ്ക്ക് വരും. അതിൻ്റെ അർത്ഥം നമുക്ക് ഉണ്ടാകുന്നത് ഈവൺ ടേംസ് മാത്രമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് റേസ് ടു പി ഇൻറ്റു n equal to 0 to infinity a2n ഇൻറ്റു എക്സ് റേസ് ടു 2n എന്ന് എഴുതാൻ പറ്റും. കാരണം നമുക്ക് ഈവൺ ടേംസ് മാത്രമേ ഉള്ളൂ, ഓൾ ടേംസ് എല്ലാം 0 ആയി പോകും. അപ്പോൾ ഈ a2n ഇൻറ്റു എക്സ് റേസ് ടു 2n അകത്തേക്ക് നമുക്ക് a2n പകരം കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഉള്ളത് a.n.ൻ്റെ ആണ്, അതിന് പകരം 2n വരും. അപ്പോൾ മൈനസ് 1 റേസ് ടു n എന്ന വരാം a naught ഡിവൈഡഡ് ബൈ 2 റേസ് ടു 2n. ഈ n by 2 ഫാക്ടോറിയൽ എന്നുള്ളത് n ഫാക്ടോറിയൽ ആവും. ഈ ലാസ്റ്റ് എന്നതും n തന്നെയാവും. സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. സിഗ്മ n equal to 0 to infinity minus 1 raised to n a naught divided by 2 raised to 2n into n factorial into p plus 1 into p plus 2 into etc p plus n. ഇനി എക്സിനോട് എക്സ് റേസ് ടു 2n പ്ലസ് പി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെസൽ ഫംഗ്ഷൻ്റെ ഫോം. സോ y ഈക്വൽ ടു ദിസ് ഫോം ആണ് നമുക്ക് ബെസൽ ഫംഗ്ഷൻസ് പറയാം. Now the Bessel function of first kind of order p is denoted by jp of x. Order p ഉള്ള ഫസ്റ്റ് കൈൻഡ് ബെസൽ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് jp of x ആണ്. ആൻഡ് ഇസ് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ബൈ പുട്ടിങ് a naught ഈക്വൽ ടു 1 by 2 raised to p into p ഫാക്ടോറിയൽ. a naughൻ്റെ വാല്യൂ 1 by 2 raised to p into p ഫാക്ടോറിയൽ എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം, a naughൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററുള്ള a naughന് 1 by 2 raised to p into p ഫാക്ടോറിയൽ നമ്മൾ ഡിനോമിനേറ്റർ ടൈം കൂടി എക്സ്ട്രാ വരുന്നുള്ളൂ. സോ നമുക്ക് jp of x ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്. സിഗ്മ n equal to 0 to infinity minus 1 raised to n divided by 2 raised to p into p factorial. ഇത് നമ്മുടെ a naughൻ്റെ വാല്യൂ into 2 raised to n into n factorial into p plus 1 into p plus 2 into etc p plus n into
എക്സ് റേസ് ടു എൻ പ്ലസ് 2p. ഇവിടെ നമുക്ക് പി ഫാക്ടോറിയൽ ഉണ്ട്, വിച്ച് മീൻസ് 1 2 3 എക്സെട്ര പി വരെ മൾട്ടിപ്ലൈ ചെയ്യണം. കൂടാതെ പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇൻറ്റു പി പ്ലസ് എൻ ഉണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ശരിക്കും എന്താണ്, പി പ്ലസ് എൻ വരെയുള്ള ടേംസിൻ്റെ പ്രൊഡക്റ്റാണ്, ദാറ്റ് ഈസ് പി പ്ലസ് എൻ ഫാക്ടോറിയൽ. പിന്നെ നമുക്കിവിടെ 2 റേസ് ടു പി ഉണ്ട്, 2 റേസ് ടു എൻ ഉണ്ട്, അത് ഒരുമിച്ച് എഴുതാം. സോ നമുക്ക് ന്യൂമറേറ്റർ വരുന്നത് മൈനസ് 1 റേസ് ടു എൻ എക്സ് റേസ് ടു 2n പ്ലസ് പി എന്നാണ്. ഡിനോമിനേറ്ററിൽ 2 റേസ് ടു എൻ പ്ലസ് പി 2 റേസ് ടു 2n പ്ലസ് പി ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി പ്ലസ് എൻ ഫാക്ടോറിയൽ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റും ജെ പി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു എൻ, ഇവിടെ എക്സ് റേസ് ടു 2n പ്ലസ് പി ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 റേസ് ടു എൻ പ്ലസ് പി ഉണ്ട്, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ടുഗദർ ആസ് എക്സ് ബൈ 2 ഹോൾ റേസ് ടു 2n പ്ലസ് പി ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി പ്ലസ് എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ഇതാണ് നമുക്ക് ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഓഫ് ഓർഡർ പിയുടെ ഫോം. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.